തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ നടത്തിയ ആ ഒരു പ്രതികരണത്തിന്റെ തുടർച്ചയിലേക്ക് പോകാം. നിലമ്പൂരിലേക്ക് വിളിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും വന്നില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത്. പരാതികൾ സമയമാകുമ്പോൾ നേതൃത്വത്തോടെ പറയുമെന്നാണ് തരൂർ പ്രതികരിച്ചത്. എന്നാൽ നിലമ്പൂരിലെ താരപ്രചാരക പട്ടികയിൽ ശശി തരൂരിന്റെ പേരും നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ പട്ടികയിലാണ് തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയിൽ 8ാമനായി ശശി തരൂരുമുണ്ട്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ജൂൺ 2-ന് കൈമാറിയ പട്ടിക, AICC കൈമാറിയ 40 പേരുടെ പട്ടികയിൽ 8ാമൻ ഡോക്ടർ ശശി തരൂരാണ്. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ മണ്ഡലത്തിൽ കണ്ടു. പക്ഷേ ഈ പട്ടികയിൽ പേരുള്ള കാര്യം ശശി തരൂർ അറിഞ്ഞിരുന്നോ റോഷിപാൽ? സുജയ പാർവതി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ നേരത്തെ തന്നെ ശശി തരൂരിന്റെ അസാന്നിധ്യം ചർച്ചയായതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശ പര്യടനത്തിലാണ് തരൂരുള്ളത്. തരൂർ തിരിച്ചെത്തിയാൽ പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു. പക്ഷേ പ്രചാരണത്തിന്റെ അവസാന ദിവസം പോലും ശശി തരൂർ ഉണ്ടായിരുന്നില്ല. നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ലണ്ടനിലേക്ക് തരൂർ ഒരാവശ്യത്തിന് തിരിച്ചുപോയി എന്നാണ്. പക്ഷേ ശശി തരൂരിന്റെ ഭാഗത്ത് വരുന്ന വിശദീകരണം തന്നെ ഈ പരിപാടിയിലേക്ക്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ പോലും ആരും അവിടെ നിന്നും ബന്ധപ്പെട്ടിരുന്നില്ല. താൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിദേശ പര്യടനം പൂർത്തിയാക്കി ദില്ലിയിലെത്തി ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിലേക്ക് പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഉൾപ്പെടുത്താതെ ആയതോടെ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. ഒരു ഘട്ടത്തിൽ പോലും പ്രചാരണത്തിന്റെ ഒരാവശ്യത്തിനും തന്നെ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടില്ല എന്ന വിശദീകരണമാണ് ശശി തരൂരിന്റെ ഓഫീസിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഈ പട്ടികയിൽ, താരപ്രചാരകരുടെ പട്ടിക, അത് സാങ്കേതികത്വം മാത്രമാണ്. കാരണം റോഷിപാൽ, ഞാൻ ചോദിക്കാറുള്ളതാണ് 8ാമത്തെ പേരുകാരനായി നമ്മൾ കാണുന്നു. 1ാമത്തെ പേരുകാരൻ KC വേണുഗോപാലൊക്കെ റോഷിപാൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധി അവിടെ വരുന്നു. MP എന്ന നിലയിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി, എന്നാൽ ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മിസ്ഡ് കോൾ എങ്കിലും വന്നേനേമല്ലോ എന്ന് തരൂർ ചോദിക്കുന്നതിലും കുറച്ച് കാര്യമില്ലേ? സുജയ പാർവതി, അങ്ങനെയാണ് ശശി തരൂരിന്റെ ഭാഗം. കാരണം പട്ടികയിൽ സാധാരണ ഏതാണ്ട് 40 പേരുണ്ട്. അതിൽ KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 40 പേരുടെ പട്ടിക അത് ഈ സാങ്കേതികത്വം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യസമയത്ത് കൈമാറി. അത് AICC ആണ് പട്ടിക കൈമാറിയത്. സംസ്ഥാന നേതൃത്വം നൽകുന്ന പേരുകളാണ്. സ്വാഭാവികമായും ശശി തരൂരിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ MP ആണ്, അതിനപ്പുറത്തേക്ക് പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. അതുകൊണ്ട് തരൂരിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് പട്ടിക കൈമാറി കഴിഞ്ഞാൽ അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കും. സ്വാഭാവികമായും പട്ടികയിൽ ഉൾപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന ഒരൊറ്റ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ടെലിഫോണിൽ പോലും ആ പട്ടിക കൈമാറിയിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ജൂൺ 2 അതായത് ഈ ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന തീയതി ജൂൺ 2. ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ സംഘത്തിന്റെ ഭാഗമായി യാത്രയിലായിരുന്നില്ലേ തരൂർ? പട്ടിക കൈമാറുന്ന ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിദേശ പര്യടനത്തിലായിരുന്നു ശശി തരൂരെങ്കിലും പിന്നീട് തരൂർ 12-ന് തിരിച്ച് ദില്ലിയിലെത്തിയിരുന്നു. ആ 12-ന് ദില്ലിയിൽ തിരിച്ചെത്തിയ സമയത്ത് ഈ തരത്തിൽ സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു ക്ഷണമുണ്ടായില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രചാരണ പരിപാടിയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ ഓഫീസിലേക്ക് ഫോൺ കോൾ വന്നിരുന്നില്ല എന്നാണ് തരൂരിന്റെ വിശദീകരണം. അതേസമയം തരൂർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് എന്ന ഒരു വാദമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. താരപ്രചാരകനായി പട്ടികയിലുണ്ട്, പക്ഷേ പട്ടികയിലുള്ള തരൂരിന് ഒരു ഫോൺ കോൾ പോലും വന്നില്ല എന്ന് തരൂർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉപതെരഞ്ഞെടുപ്പ് കഴിയട്ടെ, കഴിഞ്ഞിട്ട് പ്രതികരിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. അതിനിടയിൽ പ്രതികരിച്ച ഒരു നേതാവിനെതിരെ ഇപ്പോൾ ഒരു വിലക്ക് വന്ന വാർത്ത കൂടി നമ്മുടെ അർച്ചന രവീന്ദ്രൻ പങ്കുവയ്ക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്കാണ് വിലക്ക്. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന KPCC നിർദ്ദേശം. ഇന്ന് വൈകിട്ട് 5 മണി വരെ പരസ്യ പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ശശി തരൂരിനെതിരെ അദ്ദേഹം എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിലാണ് KPCCയുടെ വിലക്കെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്